ഏതു വലിയ പാപിയോടും ഈശോ ക്ഷമിച്ചിട്ടുണ്ട്. അവൻ മർദ്ദിക്കപ്പെട്ടിട്ടുണ്ട്, കുരിശിൽ തറയ്ക്കപ്പെട്ടിട്ടുണ്ട്, എളിമപ്പെട്ടിട്ടുണ്ട്. അത്രമേൽ കരുണയും ക്ഷമയും എളിമയുമുള്ള ഈശോ പക്ഷേ അവൻ്റെ പ്രവൃത്തികളിലെ ശരിതെറ്റുകളെക്കുറിച്ച് തർക്കിക്കാൻ വന്നപ്പോൾ ഒന്നും പതറിയിട്ടില്ല. സാപത്തിൽ തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയപ്പോൾ യഹൂദ പ്രമാണികൾ അവനോട് ചോദിക്കാൻ വന്നു. രോഗി സുഖപ്പെട്ടെങ്കിലും സാപത്ത് ലംഘിക്കപ്പെട്ടു എന്നതാണ് അവരുടെ പ്രശ്നം. ഈശോ അവരുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. സാപത്തിനെക്കുറിച്ചും പാപം മോചിച്ചതിനെക്കുറിച്ചും പഠിപ്പിക്കാനുള്ള അവൻ്റെ അധികാരത്തെക്കുറിച്ചും ഒക്കെ തർക്കിക്കാൻ അവന് മുമ്പിൽ പലപ്പോഴും ആൾ വരുന്നുണ്ട്. അവൻ അപ്പോഴൊക്കെ മറുപടി പറഞ്ഞത് ഇതാണ്: ഞാൻ പിതാവിൻ്റെ പ്രവൃത്തിയാണ് ചെയ്യുന്നത്. ഞാനും പിതാവ് ഒന്നാണ്. ഞാൻ സ്വമേധയൊന്നും സംസാരിക്കുന്നില്ല. ദൈവത്തിൻ്റെ ഹിതമാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ള ധൈര്യം. വിക്ടർ ഫ്രാങ്ക്ലിനെ പോലുള്ള മനഃശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്, മീനിങ് ഗീവ്സ് കറേജ്. ചെയ്യുന്ന പ്രവൃത്തിക്ക് അർത്ഥമുണ്ട് എന്നെനിക്ക് ബോധ്യമുണ്ടെങ്കിൽ, ചെയ്തത് ശരിയാണ് എന്നെനിക്ക് ഉറപ്പുണ്ടെങ്കിൽ, ജീവിതത്തിൽ അത് വല്ലാത്തൊരു ധൈര്യം തരും. സത്യമുള്ളവൻ്റെ, നന്മ ചെയ്യുന്നവൻ്റെ ധൈര്യം. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ ഞാൻ പരിശ്രമിച്ചാൽ അവരുടെ അപ്രീതികളെ ഞാൻ ഭയപ്പെട്ടുകൊണ്ടേയിരിക്കും. മറ്റുള്ളവരെക്കാൾ മുമ്പിലെത്താനായാണ് ഞാൻ പ്രവർത്തിക്കുന്നതെങ്കിൽ എന്നേക്കാൾ സമർത്ഥരുണ്ടോ എന്ന് ഞാൻ എന്നും ഭയപ്പെടും. സത്യം എന്താണ്, നീതി എന്താണ്, ദൈവഹിതം എന്താണ്, അത് ചെയ്യാനാണ് ഞാൻ പരിശ്രമിക്കുന്നതെങ്കിൽ ആരുടെയും മുമ്പിൽ ഞാൻ പതറി നിൽക്കില്ല. വയ്ക്കുന്ന ചുവടുകൾക്കൊക്കെ നല്ല ഉറപ്പുണ്ടാകും.